ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി കണ്ടത് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സിനെ കുറിച്ചിട്ടാണ്, FCCB. ഓക്കെ, അപ്പോൾ എന്താണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ഇക്വിറ്റി ലിങ്ക്ഡ് ഡെപ്റ്റ് സെക്യൂരിറ്റി which means the FCCB can be converted into equity or depository receipt within a specified period at a predetermined exchange rate. It carries a fixed rate of interest and the conversion is absolutely optional. അതായത് നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഇക്വിറ്റി ഷെയറുകൾ വിദേശത്തുള്ള ആൾക്കാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് IDR, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ്, ADR, GDR പോലത്തെ കാര്യങ്ങളെ കണ്ടത്. ഡെപ്പോസിറ്ററി റെസീറ്റ് ആക്കി മാറ്റണം, സെക്യൂരിറ്റീസിനെ ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ വിദേശികൾക്ക് ഇടപാടുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ടുകളാണ്. ഈ ബോണ്ടുകൾ ദേ ആർ ഇക്വിറ്റി ലിങ്ക്ഡ് സെക്യൂരിറ്റീസ്. ഇക്വിറ്റീസ് ആണ്, മെയിൻലി ഇക്വിറ്റി സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ ഡെപ്പോസിറ്ററി റെസീറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് വിദേശികൾക്ക് വേണമെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് ഉള്ള ഒരാൾക്ക് വന്ന് വാങ്ങാനോ സാധിക്കുന്ന ഡെപ്പോസിറ്ററി റെസീറ്റ്സ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഓപ്ഷണലുമാണ്, കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് നമ്മളൊരു സെക്യൂരിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഇക്വിറ്റി ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് വിദേശത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമുക്കത് ഓപ്ഷൻ ഉണ്ട്, ഈ പറയുന്ന ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ടിന്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട്? എന്താണ് ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട് എന്നതാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കുക. ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട്സ് ആർ യൂസ്ഡ് ടു കളക്ട് സബ്സ്ക്രിപ്ഷൻസ് ഫ്രം റെസിഡൻസ് സ്റ്റേഷൻഡ് ഇൻ അബ്രോഡ്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ പുറത്തുള്ള റെസിഡൻസിന്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള NRIസിന് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലൂടെ സാധിക്കുള്ളൂ? ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ടിലൂടെ സാധിക്കുള്ളൂ. അതും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ സഹായിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകൾ, യൂണിറ്റ്സ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ടുകൾ ഓഫ് ഷോർ ആയിട്ട് ആ പേര് തന്നെ കിടക്കുന്നുണ്ട്. വിദേശത്തുള്ള റെസിഡൻസിനെ കളക്ട് ചെയ്യാനായിട്ടാണ് ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഇൻ ഇന്ത്യ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നമ്മുടെ സിലബസിൽ വളരെ എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ സിലബസിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് ആയിരുന്നത് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഇൻ ഇന്ത്യ. എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ് നമ്മുടെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ ഇന്ത്യയിലുള്ളത് എന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കാം, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ എത്ര സമാഹരിച്ചു എന്നതാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ട്രെൻഡിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ക്യാപിറ്റൽ, എത്ര മൂലധനം ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലൂടെ സമാഹരിച്ചു എന്ന് നമുക്ക് നോക്കാം. ദി ഫ്രഷ് ക്യാപിറ്റൽ റേസ്ഡ് ത്രൂ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഹാസ് എൻഹാൻസ്ഡ് ഫ്രം ഡെക്കേഡ് ടു ഡെക്കേഡ്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റാങ്ക്ഡ് 9th ഇൻ വേൾഡ് വൈഡ്. അതായത് ഈ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട് ഇന്ത്യൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ. അതായത് ഫ്രഷ് ക്യാപിറ്റൽ ഈസ് റേസിങ്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടൊരു 2 സബ് പോയിന്റ് വരുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത സ്ലൈഡിൽ അടുത്തതിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് പബ്ലിക് ഇഷ്യൂ. അതായത് അക്കോർഡിംഗ് ടു ഡാറ്റ 12 ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ആർ റേസ്ഡ് അറൌണ്ട് ₹25,000 crore ഇൻ ദ ഇയർ 2020. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ 2020 എത്ര വന്ന് 25,000 കോടി രൂപയുടെ. ഇനി നമുക്ക് നേരത്തെ കണ്ട സബ് പോയിന്റിൻ്റെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ നേരത്തെ പബ്ലിക് ആയിട്ട് കൊടുക്കുന്നതാണ് കുറിച്ചിട്ടാണ് പറഞ്ഞത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇറ്റ് ഈസ് ദ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ടു നോൺ പീപ്പിൾ ലൈക്ക് ഫ്രണ്ട്സ് or family or to financial institutions without the help of financial intermediaries. Data have also shown a tremendous jump in the amount raised through private placement. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും നമ്മൾ നേരത്തെ കണ്ടത് പബ്ലിക്കിന് ഓഫർ ചെയ്തിട്ട് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 25,000 കോടി രൂപയോളം കഴിഞ്ഞ വർഷം തന്നെ 2020 തന്നെ സമാഹരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലും വലിയൊരു എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും പബ്ലിക് ഇഷ്യൂവിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് പ്രോസ്പെക്ടസ് ഒക്കെ ഇറക്കിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് പബ്ലിക് ഇഷ്യൂ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുക.
ഓക്കെ, നമുക്ക് അറിയുന്ന വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ അവർ നമ്മുടെ റെപ്യൂട്ടേഷൻ നോക്കിയിട്ട് എന്താണ് ഈ പറയുന്ന ക്യാപിറ്റൽ വാങ്ങും. അപ്പോൾ അതിൽ വലിയൊരു എന്താണ് ഉണർവ് നമ്മുടെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഫസ്റ്റ് പോയിന്റിന് 2 സബ് പോയിന്റ്സ് നമ്മൾ കണ്ടത്. ഇനി സെക്കൻഡ് മെയിൻ പോയിന്റ് വരുന്നത് റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ്. അതായത് നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട്? റിവൈവൽ ഉണ്ടായിട്ടുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. റിവൈവൽ മീൻസ് നല്ല മാറ്റങ്ങൾ. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വാക്കിനോട് സാമ്യം വരുന്നതാണ് എന്ത് ഈ റിവൈവൽ എന്ന് വെച്ചാൽ. ദി പ്രൈമറി മാർക്കറ്റ് ആക്ച്വലി റിവൈവ്ഡ് ആഫ്റ്റർ 10 years ബ്രേക്ക് അക്കോർഡിംഗ് ടു ഫാക്ട്സ്. അതായത് ഫാക്ട്സ് അല്ലെങ്കിൽ കണക്കുകൾ പ്രകാരം ഒരു 10 വർഷത്തെ ബ്രേക്ക് വന്നെങ്കിൽ പോലും പുതിയ റിവൈവൽ എന്താണ് നമ്മുടെ പ്രൈമറി മാർക്കറ്റിന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കാം. ഡോമിനേഷൻ ആണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ എന്താണ് ഡോമിനേഷനിൽ പറയുന്നത് നോക്കാം. വേരിയസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ലൈക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് സ്റ്റാർട്ടഡ് ഡോമിനേറ്റിംഗ് ഇൻ പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എന്താണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ ഒരു റീസെൻറ്റ് ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്, ഇതിനെ മെയിനായിട്ട് നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ് പ്രധാനമായിട്ടും ഇതിനെ നിയന്ത്രിക്കുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത് അവരാണ്. ഓക്കെ, അതും ഒരു ട്രെൻഡാണ്. പിന്നെ നാലാമത്തെ ട്രെൻഡായിട്ട് പറയുന്നത് മേജർ റീവാമ്പ് ഇൻ IPO നോംസ്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് IPOൻ്റെ ഫുൾ ഫോം. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതായത് ഒരു പുതുതായിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പേരാണ് IPO എന്ന് വെച്ചാൽ. നിലവിലുള്ള ഷെയറുകൾ മാറ്റി മാറ്റി എന്താണ് ആൾക്കാർ വാങ്ങുന്നത്, എന്താ പറയുക, അത് സെക്കൻഡറി മാർക്കറ്റിലാണ് വരിക. IPO മീൻസ് എന്താണ്? നമ്മൾ പുതുതായിട്ട് ഒരു ഷെയർ തന്നെ പുതുതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ അതിൻ്റെ നോംസ് മീൻസ് റൂൾസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മേജർ റീവാംസ് ഹാവ് ഡൺ. ആരാ അത് ചെയ്യുക? ഈ പറയുന്ന IPOൻ്റെ ഈ വക കാര്യങ്ങളൊക്കെ, ഈ നിയമങ്ങളൊക്കെ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ തീരുമാനിക്കുന്നത്, അതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സെബിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ടപ്സിന്, അതായത് സ്റ്റാർട്ടപ്പ് മീൻസ് പുതിയ കമ്പനികൾക്ക്, പുതുതായിട്ട് തുടങ്ങുന്ന കമ്പനികളുടെ പേരാണ് സ്റ്റാർട്ടപ്പ്. അവർക്ക് വലിയൊരു ബൂസ്റ്റ് കൊടുക്കാനായിട്ട് ഇത് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. പേപ്പർലെസ് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ. അതായത് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ ഇപ്പോൾ എല്ലാം എന്താണ്? പേപ്പർലെസ് ആണ്. ഇപ്പോൾ പ്രോസ്പെക്ടസ് ഇറക്കുന്നതൊക്കെ എന്താണ്? നമുക്ക് പേപ്പർലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നിപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് ഒരു പേപ്പർ അച്ചടിക്കാതെ തന്നെ നമുക്കൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നാണ് വലിയൊരു റീസെൻറ്റ് ട്രെൻഡാണ്. ഓക്കെ, ദി പ്രൈമറി മാർക്കറ്റ് ഡീലിങ്സ് ആർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ ഓൺലൈൻ ട്രാൻസാക്ഷൻ റാദർ ദാൻ ട്രഡീഷണൽ പേപ്പർ മെത്തേഡ്. അപ്പോൾ ഇതൊക്കെയാണ് റീസെൻറ്റ് ട്രെൻഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ കീ വേർഡ്സ് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? പേപ്പർലെസ് ട്രാൻസാക്ഷൻ എന്നുള്ളത് എഴുതി വെച്ചാലും നമുക്ക് മാർക്ക് കിട്ടും ആ പോയിന്റ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണ്? IPO നോം. ആ പേരാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. അങ്ങനെ ഓരോ പോയിന്റിലും കൃത്യമായി കീ വേർഡ്സ് ഓർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മെമ്മറൈസ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് വരും. അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ് എന്നൊരു വേർഡ് പഠിച്ചിട്ട് കുറച്ച് കീ വേർഡ്സ് ആലോചിച്ച് വെക്കുക. ബാക്കിയുള്ളത് നമ്മൾ പോയിൻ്റായിട്ട് എഴുതിയിട്ട്, പോയിൻ്റായിട്ട് എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതുന്ന നേരത്ത് കൃത്യമായ വാക്കുകൾ അവിടെ ഉണ്ടായിക്കോണമെന്നില്ല, പ്രത്യേകിച്ചും ഈ പേപ്പറിലൊക്കെ. പക്ഷേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ് വ്യതിചലിച്ച് പോകാതെ നമുക്ക് ഓൺ വേർഡ്സ് തന്നെ നമ്മൾ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, കീ വേർഡ്സ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ പുവർ പെർഫോമൻസ് ഫോർ പ്രൈമറി മാർക്കറ്റ്? അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എക്സാമിനർ നമ്മുടെ അടുത്ത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ദ റീസൺസ് ഫോർ ദ പുവർ പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ഇൻ ഇന്ത്യ ആണ് ചോദ്യം. ആ ഇന്ത്യയിലെ പ്രൈമറി മാർക്കറ്റിൻ്റെ എന്താണ് മോശം പ്രകടനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ആണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഈ ഉത്തരമാണ്. അപ്പോൾ അത് പല രീതിയിൽ ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റ് വളരെ മോശം സ്ഥിതിയിലാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് വളരെ മോശം സ്ഥിതിയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ആ രീതിയിലൊക്കെ പല രീതിയിൽ ഇംഗ്ലീഷിൽ പല രീതിയിൽ അവർക്കത് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളത് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനെ പോലെ തന്നെ സിലബസിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. പുവർ പെർഫോമൻസ് ഓഫ് എന്താണ് പ്രൈമറി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ ഇന്ത്യ എന്നും കൂടി ഒന്ന് എഴുതിയിട്ടേക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ അടുത്ത്. അപ്പോൾ നമുക്കൊന്ന് ആൻസർ വായിക്കാം. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ദ ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈസ് ഷോയിങ് ട്രമെൻഡസ് ചേഞ്ച് ഇൻ ഫീച്ചേഴ്സ് ഓഫ് ദി പ്രൈമറി മാർക്കറ്റ്. ദി ഫോളോയിങ് ആർ സം ഓഫ് ദി റീസൺസ് ഫോർ പുവർ പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. അതായത് ട്രെൻഡ് കാണിക്കുന്നത് ഒരുപാട് പുതിയ പുതിയ ഫീച്ചറുകൾ നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ വരുന്നുണ്ട്. പക്ഷേ താഴെ പറയുന്നതാണ് ചില ഇതിൻ്റെ ഫെയിലിയേഴ്സ്, ഇത് എന്താണ് അഭിമുഖീകരിക്കുന്ന ചില ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്ന റീസൺസിനെ കൊണ്ടാണ് അത്തരം ഫെയിലിയേഴ്സ് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഓരോ
പോയിന്റുകൾ, അതായത് ഒരു 7ഓളം പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ എക്കണോമി. മാനിഫെസ്റ്റേഷൻ മീൻസ് ഒരു പ്രതിഫലനം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വേർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിഫലനം എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റായിട്ട് റിഫ്ലക്ഷൻ ഓഫ് റിയൽ എക്കണോമി എന്ന് വേണമെങ്കിൽ എഴുതാം. റിഫ്ലക്ഷൻ ഓഫ് റിയൽ എക്കണോമി എന്നൊരു വേർഡും വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കീ വേർഡ് എന്താണെന്ന് വെച്ചാൽ റിയൽ എക്കണോമിയാണ്. അതായത് യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത്. അതായത് മൊത്തത്തിൽ രാജ്യത്ത് ദാരിദ്ര്യം നിലനിൽക്കുന്ന നേരത്ത് അത് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് ദ പ്രൈമറി മാർക്കറ്റ് ഓൾസോ, അല്ലേ? മൊത്തത്തിൽ നാട്ടിൽ ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്, ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് പ്രൈമറി മാർക്കറ്റിനെ, ക്യാപിറ്റൽ മാർക്കറ്റിനെ, എല്ലാ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ അത് ബാധിക്കും, അല്ലെ? എല്ലാ മാർക്കറ്റിനെയും ബാധിക്കും. അതിൻ്റെ കൂടുതൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെയും ബാധിക്കും, ക്യാപിറ്റൽ മാർക്കറ്റിനെയും ബാധിക്കും, പ്രൈമറി മാർക്കറ്റിനെയും ബാധിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളിതുവരെ പഠിച്ചു വന്നതാണ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, എന്താണ് ഈ ന്യൂ ഇഷ്യൂ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റിയൽ എക്കണോമിക് ഫാക്ടേഴ്സ്, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത്, ഡൊമസ്റ്റിക് ഡിമാൻഡ്, ആൻഡ് ദ പുവർ പെർഫോമൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കോസ്ഡ് ബൈ പുവർ പെർഫോമൻസ് ഓഫ് ദീസ് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഈ മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് മോശമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റിനെയും പ്രൈമറി മാർക്കറ്റിനെയൊക്കെ കൃത്യമായിട്ട് ബാധിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഫെയിലിയർ ടു മൊബിലൈസ് ഹൗസ് ഹോൾഡ് സേവിങ്സ്. അപ്പോൾ ഹൗസ് ഹോൾഡ് മീൻസ് എന്താണ്? ഗാർഹികമായിട്ടുള്ള സേവിങ്സ്, സമ്പാദ്യങ്ങൾ കൃത്യമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എത്താത്തൊരവസ്ഥ വരും. അതായത് ഓരോ വീടുകളിലും ഗാർഹികമായിട്ട് ആൾക്കാർ സേവ് ചെയ്യുന്നത് വല്ല ബാങ്കിൽ കൊണ്ടുപോയിടുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിടുകയൊക്കെ ചെയ്യല്ലാതെ അവർ കൃത്യമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോണ്ട് വാങ്ങാനോ ഒന്നും തയ്യാറായിട്ടില്ലെങ്കിൽ അപ്പോൾ എന്താണ്? പ്രൈമറി മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലേക്കോ ഒന്നും അവരുടെ പൈസ എത്തുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ലെസ് ദാൻ 10% ഓഫ് ഹൗസ് ഹോൾഡ് സേവിങ്സ്, ഗാർഹികമായിട്ടുള്ള സേവിങ്സ് എന്താണ്? ഹാവ് റീച്ച്ഡ് ദ പ്രൈമറി മാർക്കറ്റ്. അതായത് നമ്മുടെ ഓരോ വീടുകളിലും സേവ് ചെയ്ത് വെക്കുന്ന പൈസയിൽ, വീടുകൾ മീൻസ് നമ്മൾ സാധാരണ, അതായത് ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ സേവ് ചെയ്ത് വെക്കുന്ന പൈസ, അത് ഒന്നുകിൽ അവർ സ്വർണ്ണത്തിലേക്കോ അല്ലെങ്കിൽ FDകളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റിലേക്കോ ഒക്കെ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്കൊക്കെ ആയിരിക്കാം. പക്ഷേ പ്രൈമറി മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്കൊന്നും കാര്യമായിട്ട്, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് കാര്യമായിട്ട് അവർ വരുന്നില്ല. ഇന്ത്യയിൽ 10% താഴെ മാത്രമേ ഇവരുടെ ഫണ്ട്, നമ്മുടെ ഗാർഹികമായിട്ട് നമ്മളൊക്കെ സാധാരണ വീട്ടിൽ ഉള്ള നമ്മുടെ ഫണ്ടുകൾ മാറ്റി വെക്കുന്ന സേവിങ്സ് പ്രൈമറി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കീ വേർഡ്? എന്താണ്? ഹൗസ് ഹോൾഡ് സേവിങ്സ് ആണ്. എന്താണ്? ഹൗസ് ഹോൾഡ് സേവിങ്സ് ആർ നോട്ട് റീച്ചിങ് ക്യാപിറ്റൽ മാർക്കറ്റ്. അങ്ങനെ വേണമെങ്കിൽ ആ പോയിന്റ് എഴുതാം, നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പാസീവ് സിറ്റുവേഷൻ ആണ്. പാസീവ്, ആക്റ്റീവ് ആൻഡ് പാസീവ്. ആക്റ്റീവ് വെച്ചാൽ വളരെ ഊർജ്ജസ്വലമായിട്ട്, പാസീവ് എന്ന് വെച്ചാൽ ആലസ്യമാണ്. അപ്പോൾ ആലസ്യം ഉണ്ട്, ഒരു ആലസ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്തിനാ ഇവിടെ പറയുന്നത്? നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ പാസീവ് സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ആലസ്യമാണ് പ്രധാനമായിട്ടും പ്രൈമറി മാർക്കറ്റിനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ മൊത്തമായിട്ട് ബാധിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന അതിൻ്റെ രണ്ട് വകഭേദങ്ങളാണ്. ഒന്ന് സെക്കൻഡറി ആൻഡ് പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ. നമ്മളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ പാസീവ് സിറ്റുവേഷൻ ഇൻ സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് പ്രൈമറി ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്താണ്? പാസീവ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എക്സാമിനേഷനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുന്ന നേരത്ത് കൃത്യമായ കീവേഡ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ചില സ്ഥാപനങ്ങളുടെ പേരുകൾ ഇതൊക്കെ വരുന്ന നേരത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ എക്സാമിനർ അത് പേപ്പർ നോക്കുന്ന നേരത്തെ അവർക്ക് അത് പെട്ടെന്ന് എന്താണ് വാല്യൂ ചെയ്യാനും സുഖമാണ്. നമുക്കുള്ള മാർക്ക്, ആ പോയിന്റുകൾ കാണുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ വേർഡ്സിലൊക്കെ താഴെ അണ്ടർലൈൻ ചെയ്ത് കാണുമ്പോൾ അയാൾ പറയും ഈ പോയിന്റുകളൊക്കെ അതിൽ പെട്ടിട്ടുണ്ടെന്ന് എക്സാമിനർക്ക് കൃത്യമായി മനസ്സിലാകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? നല്ലൊരു മാർക്ക് നമുക്ക് തരും. ഓക്കെ, അത് കൃത്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്താണ്? പാസീവ് സിറ്റുവേഷൻ. ആ പാസീവ് സിറ്റുവേഷൻ ഓഫ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് അവിടെയായി. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഗ്യാപ്പ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നോക്കാം? ദർ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഫങ്ഷണൽ ഗ്യാപ്പ് ഇൻ പ്രൈമറി മാർക്കറ്റ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഫംഗ്ഷൻസ് തമ്മിൽ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് ഫംഗ്ഷൻസ് തമ്മിൽ വെച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രൈമറി മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൃത്യമായിട്ട് അവരുടെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ആണ് വരുന്നത് മെയിനായിട്ട്, അത് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഈ രണ്ട് സംഗതി നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ രണ്ടിന് താഴെയിട്ട് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ,
ഇനി അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഫ്രീ പ്രൈസിങ് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ ഫ്രീ പ്രൈസിങ് ആണ്. അപ്പോൾ പ്രൈസ്, അതായത് ഈ ഇഷ്യൂ മീൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ ഫ്രീ ആണ്. കാര്യം ഗവൺമെൻറ് അത് നിയന്ത്രിക്കുന്നില്ല. അപ്പോൾ അത് ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ കമ്പനികൾ തോന്നിയ മാതിരിയാണ് ഈ ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ് നമ്മുടെ പ്രൈമറി മാർക്കറ്റിനെ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിനെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്കണോമിക് റിഫോംസ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രീ പ്രൈസിംഗ് ഓഫ് ഇഷ്യൂസ് സിൻസ് ദ ഇന്ത്യൻ കമ്പനീസ് സ്റ്റാർട്ടഡ് ടു പ്രൈസ് ദെയർ ഷെയർസ് ഫ്രീലി വിച്ച് കോസ്റ്റ് ആഡ്വേഴ്സ്ലി ഇൻ പ്രൈമറി മാർക്കറ്റ്. ഇവിടെ വിച്ച് ആണ് വരിക കേട്ടോ, WICH ആണ് വരിക. അപ്പോൾ ഇതാണൊരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞത്. കാര്യം എക്കണോമിക് റിഫോംസ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1991 ഇന്ത്യ ഗവൺമെൻറ് പ്രധാനമായിട്ടും ഈ ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഗവൺമെൻറ് ഈ ഷെയറിൻ്റെ വിലയിൽ നിന്നൊക്കെയുള്ള നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റി. അപ്പോൾ കമ്പനീസിന് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഷെയർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അഡ്വേഴ്സ് ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഡാറ്റ ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്താണ്, ഫ്രീ പ്രൈസിംഗ് ഓഫ് ഇഷ്യൂ തന്നെയാണ് കീവേഡായിട്ട് വരുന്നത്. ഇനി ആറാമത്തെ എന്താ പറഞ്ഞത്, ഡാറ്റ ടു ഇൻവെസ്റ്റേഴ്സ്. മെനി കമ്പനീസ് ആർ നോട്ട് പ്രൊവൈഡിങ് അനലിറ്റിക്കൽ ആൻഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അനലിറ്റിക്കൽ, അതായത് കൃത്യമായിട്ടൊരു തിരിച്ചറിവിന് സാധിക്കുന്ന ഇൻഫർമേഷൻ, അതേപോലെ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി മീൻസ് എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നില്ല, ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് കമ്പനീസ് കൊടുക്കുന്നില്ല. അപ്പോൾ അവർ മറച്ചു വെച്ചുകൊണ്ടാണ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഡാറ്റ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായ ഡാറ്റ കിട്ടാത്തത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് മടിക്കും. ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് മടിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നതെന്ന് നോക്കാം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പോരായ്മകൾ എവിടുന്ന് വരാൻ ചാൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ മാർക്കറ്റും പിന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്. കാരണം അവിടെ വീക്ക് ആകുമ്പോൾ ഇവിടെയും വീക്ക് ആവും. ഓക്കെ, അവിടെ സ്ട്രോങ് ആവുന്ന നേരത്ത് ഇൻ്റർനാഷണലി അത് സ്ട്രോങ് ആവുന്ന നേരത്ത് ഇവിടെയും സ്ട്രോങ് ആവും. അപ്പോൾ ഇൻ്റർനാഷണലി തന്നെ ഇപ്പോൾ കുറച്ച് ക്യാപിറ്റൽ മാർക്കറ്റ് വീക്കാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്ത്യയിലും വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ഓൾസോ എഫക്ട് ദ റെസ്പോൺസ് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരം 7 പോയിന്റ്സ് ആണ് നമുക്ക് ഇതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ പോയിന്റ്സുകളാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IPO ആൻഡ് NFO. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒരു ചെറിയ മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആൻസർ ശ്രദ്ധിക്കാം. IPO സ്റ്റാൻഡ്സ് ഫോർ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് and it is a practice in primary market. It is the first issue of a share to the public. ഇവിടെ ഒറ്റ ഇന്നുള്ളൂ കേട്ടോ. അപ്പോൾ IPO എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് IPO എന്ന് വെച്ചാൽ. ഇനി NFO എന്താണെന്ന് വെച്ചാൽ ദ ടേം NFO സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ഫണ്ട് ഓഫർ. അപ്പോൾ ചില നേരത്ത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എന്താണ് NFO എന്ന് മാത്രം ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മുതൽ ഇതുവരെ എഴുതിയാൽ മതി എന്താണ് NFO എന്ന് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ദ ടേം NFO സ്റ്റാൻഡ് ഫോർ ന്യൂ ഫണ്ട് ഓഫർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ പ്രാക്ടീസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് സ്കീം ടു ദ ഇൻവെസ്റ്റർ. അതായത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഈ NFO എന്ന് വെച്ചാൽ. അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ന്യൂ ഫണ്ട് ഓഫർ. ഓക്കെ, അപ്പോൾ NFO എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. എന്താണ്, ന്യൂ ഫണ്ട് ഓഫർ. NFO മീൻസ് എന്താണ്, ന്യൂ ഫണ്ട് ഓഫർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്, മ്യൂച്വൽ ഫണ്ടായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ നമ്മളിപ്പോൾ ഷെയറിൻ്റെ ഒരു ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഒരു ഡിബഞ്ചർ എന്ന് പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ആദ്യമായിട്ട് യൂണിറ്റ്സ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഈ ന്യൂ ഫണ്ട് ഓഫർ എന്ന് വെച്ചാൽ. ഓക്കെ, ഓർത്ത് വെക്കുക. കീവേഡ് എന്താണ്, മ്യൂച്വൽ ഫണ്ടും അതേപോലെ ന്യൂ ഫണ്ട് ഓഫറും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം അവസാന ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. 3ാമത്തെ ചാപ്റ്റർ ഈ ഒരു ചോദ്യത്തോടു കൂടിയിട്ട് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം എന്ന് ശ്രദ്ധിക്കാം. വാട്ട് യു മീൻ ബൈ ഗ്രീൻ ഷൂ ഓപ്ഷൻ? എന്താണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്നതാണ് ചോദ്യം. ഗ്രീൻ ഷൂ ഓപ്ഷൻ ഇസ് എ പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെക്കാനിസം വിച്ച് ഇസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് IPO ഓർ ഫർദർ പബ്ലിക് ഓഫർ വിത്തിൻ 30 days ഫ്രം ദ ഡേ ഓഫ് ലിസ്റ്റിംഗ്. അതായത്
എന്താണ് ഇതൊരു പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെക്കാനിസമാണ്. എന്ത് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വെച്ചാൽ അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡ്. പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ്, ഒരു പ്രവർത്തന രീതിയാണ് എന്ത് ഈ ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വെച്ചാൽ. വിച്ച് ഇസ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് IPO, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് ലിസ്റ്റിങ്ങിന് നേരത്ത്, ലിസ്റ്റിംഗ് മീൻസ് എന്താണ്, അത് ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന നേരത്ത് എന്താണ് ചെയ്യുന്ന കാര്യമാണ്, എന്താണ് വിത്തിൻ 30 ഡേയ്സ്, അതായത് 30 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ഈ ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വെച്ചാൽ. മെയിൻലി എന്താണ് പ്രൈസിനെ സ്റ്റേബിൾ ആക്കുന്ന ഒരു മെക്കാനിസമാണ് എന്ത് ഈ ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് വെച്ചാൽ. ഓക്കെ.